താൽക്കാലിക വിസയിലോ സന്ദർശക വിസയിലോ കുവൈത്തിലെത്തുന്ന പ്രവാസികൾക്ക് ഇനി മുതൽ സർക്കാർ ആശുപത്രികളിലും സ്പെഷ്യാലിറ്റി സെന്ററുകളിലും ചികിത്സ ലഭിക്കില്ല. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ഇവർക്ക് ചികിത്സ ലഭിക്കില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യരംഗത്തെ മികച്ച സേവനങ്ങൾ രാജ്യത്തെ സ്ഥിരം താമസക്കാർക്ക് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി അറിയിച്ചു. ആരോഗ്യ ചികിത്സാ രംഗത്ത് വലിയ മാറ്റമാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. സന്ദർശക വിസയിലോ മറ്റേതെങ്കിലും വിധത്തിലുള്ള താൽക്കാലിക വിസകളിലോ രാജ്യത്തെത്തുന്ന പ്രവാസികൾക്ക് സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ചികിത്സ ഇനി ലഭിക്കില്ല. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക് ഹോസ്പിറ്റലുകൾ, സ്പെഷ്യാലിറ്റി സെന്ററുകൾ, പ്രാഥമികാരോഗ്യ ക്ലിനിക്കുകൾ എന്നിവയിൽ ഇത്തരക്കാർക്ക് ചികിത്സയുണ്ടാകില്ല. ഇവർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. ദേശീയ ആരോഗ്യ സംവിധാനത്തിന്റെ പരിധിയിൽ വരുന്ന വിഭവങ്ങൾ സ്വദേശി പൗരന്മാർക്കും രാജ്യത്തെ സ്ഥിരം താമസക്കാർക്കും വേഗത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. ആരോഗ്യ മേഖലയിലെ മികച്ച സേവനങ്ങളും ചികിത്സാ സംവിധാനങ്ങളും സ്ഥിരം താമസക്കാർക്ക് വേഗത്തിൽ ഉറപ്പാക്കാൻ പുതിയ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമഗ്ര ആരോഗ്യ നയത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. സർക്കാരിന് കീഴിലുള്ള ആരോഗ്യ സേവന കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും സൗകര്യങ്ങൾ സ്ഥിരം താമസക്കാർക്ക് വേഗത്തിൽ എത്തിക്കാനും ഇത് സഹായിക്കും. അൽ അഹമ്മദി ഗവർണറേറ്റിലെ താമസക്കാരുമായും പ്രതിനിധികളുമായും ഡോക്ടർ അഹമ്മദ് അൽ അവാദി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ് സിറ്റി.